തൊഴുവാനൂർന്ന് പെണ്ണുങ്ങൾ ചക്ക വിരിയുന്ന കാലമായി, തേങ്ങ വെട്ടുന്ന കാലമായി എന്നിങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് കോതോൾമല കയറി വീട്ടിൽ വരുമായിരുന്നു. വെയിൽ ചൂടാകും മുമ്പ് എത്തിയാൽ നിരപ്പിലെ പള്ളിയിൽ നിന്ന് മുക്രിപ്പാപ്പയുടെ മഗ്‌രിബ് ബാങ്ക് കേട്ടാലേ മടക്കമുണ്ടാകൂ. ഒരു കെട്ട് വിറക്, ചക്കപ്പുഴുക്കും കൂട്ടി ഇത്തിരി വറ്റിട്ട് നീട്ടിയ ഒരു കഞ്ഞി, ഇത്രയുമാണ് ഓരോ ദിവസവും അവർക്ക് നേടാനുള്ളത്. പിന്നെയും പരുങ്ങി നിൽക്കുമ്പോൾ മടിക്കുത്തിൽ ഓരോ പിടി അരിയും ഉമ്മാമ കൊടുത്തുവിടും. അവറ്റോൾക്ക് പഷ്ണിയാണേ. കുടിയിലെത്തിയാലും 3-4 വയറില്ലേ. നാഴിയരിക്ക് ബുദ്ധിമുട്ടേറെ സഹിച്ച ഉമ്മാമയ്ക്ക് പട്ടിണി കിടക്കുന്നവരോട് എന്നും സഹതാപമായിരുന്നു. കൂട്ടത്തിൽ വൃത്തിയും വെടിപ്പോടെയും പണികൾ ഓരോന്നും ഒതുക്കി വെക്കുന്ന കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് സ്ഥിരമായി വീട്ടിൽ വരാനും വേണമെങ്കിൽ ഇവിടെ താമസിക്കാനും ഉമ്മാമ അനുവാദം നൽകി. മൂത്തച്ചിയും കുട്ടിയോളും കൂടി വെളുപ്പിന് വരുന്ന കുഞ്ഞിപ്പാത്തുമ്മുവിന് കൂട്ടുവന്നു. പെണ്ണുങ്ങൾക്ക് വെപ്പിനും കുടിക്കും അടുക്കള മുറ്റത്ത് ചവിട്ടിക്കുഴച്ച മണ്ണുകൊണ്ട് കണ്ണനും അന്തോണിയും ഒരാല കെട്ടിക്കൊടുത്തു. അവിടെ ചീനച്ചട്ടിയിൽ വറവിടുന്ന ചക്കപ്പുഴുക്കിനും വാഴപ്പിണ്ടിക്കും എന്തൊരു സ്വാദായിരുന്നു. ചക്ക വിരിഞ്ഞു തുടങ്ങിയാൽ ഇടിച്ചക്കയുപ്പേരി, കുറച്ചുകൂടി മൂപ്പെത്തിയാൽ മൂന്നേരി കൂട്ടാൻ, പിന്നെയും മൂപ്പെത്തിയാൽ ചക്കപ്പുഴുക്ക്, ഇങ്ങനെയൊക്കെ വെക്കാൻ മുറ്റത്തെ പ്ലാവ് സമൃദ്ധമായി കായ്ബലം നൽകി. കഞ്ഞി പതച്ചാൽ കരിമെഴുകിയ മുറ്റത്ത് ഓലത്തടുക്കുകൾ വിരിക്കും. നാനാജാതി മനുഷ്യർ പ്ലാവില കുത്തി കഞ്ഞിയും കൂട്ടാനും വയറ് നിറച്ചുണ്ണും. നീല നിറത്തിലുള്ള ഇരുമ്പ് കസേരയിൽ ഉമ്മാമയും ഇരിക്കും. ഉമ്മാമ പക്ഷേ കഞ്ഞി കുടിക്കാറില്ല. ചക്കപ്പുഴുക്കിൻ്റെ കൂടെ ഒരു കട്ടനടിക്കും. അതിലേക്ക് ചോന്നമുളകും ഉണക്ക ചെമ്മീനും ചുട്ടെടുത്ത 2 കശുവണ്ടിയും ചമ്മന്തി മുട്ടിയിലിട്ട് കുഞ്ഞിപ്പാത്തുമ്മ അരച്ചെടുക്കും. മൂത്തച്ചിയുടെ ചെറിയ മകൾ ജമീല മണം പിടിച്ച് കോന്തലയിൽ തൂങ്ങി കിണുങ്ങും. ഉമ്മന എനിക്കുമ്മന എനിക്ക്. ഉമ്മണ എന്ന് ജമീല വിളിച്ചതാണ് മറ്റുള്ളവരും ഏറ്റുപിടിച്ചത്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ കഞ്ഞിക്കലത്തിൽ വെള്ളം ചേർത്തേ ഉമ്മണ കുടിക്കാറുള്ളൂ. അപ്പോഴേക്കും പുഴുക്കും തീർന്നിട്ടുണ്ടാകും. ആ പള്ളൻ്റെ ചുളിവൊന്ന് നൂർത്തിക്കൂടെ എൻ്റെ പഹച്ചിയനക്ക്. കഞ്ഞി കുറച്ചുപോലും മാറ്റിവെക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ഉമ്മാമ ശകാരിക്കും. ഉമ്മാമയെ കേൾപ്പിക്കാൻ വെറുതെ ഒരു ഏമ്പക്കവുമിട്ട് നിറഞ്ഞെന്ന മട്ടിലവർ ചിരിക്കും. കിണറ്റിൻ കരയിലെ കുളിപ്പുരയിൽ വാദം കൊല്ലിയിട്ട് ഉമ്മണ വെള്ളം ചൂടാക്കി. തൈലം തേപ്പിനുള്ള സകലതും തയ്യാറാക്കി ഉമ്മാമയെ വിളിച്ചു. പിന്നാലെ ഞാനും കൂടി. ഉമ്മാമ കുളിപ്പുരയിൽ കയറി അരമുണ്ടുടുത്ത് നിലപ്പലകയിൽ കിടന്നു. ചൂടാക്കിയ തൈലം ഉമ്മണ മേലാസകലം തേച്ച് പതിയെ ഒഴിഞ്ഞു. ഇടയ്ക്കിടെ ഞാനും കൈവച്ചു കൊടുക്കും. അമ്മിഞ്ഞയിൽ തൊടാനാണ് എനിക്കിഷ്ടം. ഇതെന്താണ് ഉമ്മാമ, കുറ്റിപ്പടം വളാഞ്ചേരി പോലിരിക്കണ്? എനിക്ക് കുറ്റിപ്പുറവും വളാഞ്ചേരിയും 2 മലകളാണെന്നാണ് അന്ന് തോന്നിയിരുന്നത്. മുലക്കണ്ണുകൾ പിടിച്ച് ഞെരിക്കുമ്പോൾ ഉമ്മാമ ഹാവൂന്ന് കരയും. അത് കേട്ട് ഞാൻ കുടുകുടേ ചിരിക്കും. സോപ്പ് തേച്ച ആദ്യം എന്നെ കുളിപ്പിച്ച് പുറത്തു നിർത്തിയിട്ടേ ഉമ്മണ ഉമ്മാമയെ കുളിപ്പിക്കൂ. 4-5 ദിവസമായിട്ടിപ്പോൾ ഉമ്മണ കോതോളുമല കയറുന്നില്ല. എളാപ്പാക്ക് പാനി ഉണ്ടായതാണ് ഉമ്മണയ്ക്ക് വരാൻ പറ്റാഞ്ഞതെന്ന് ജമീല പറഞ്ഞു. പാനി എന്നാൽ പൈൽസാണ്. ഉമ്മണ വരാത്തതിൽ ഉമ്മാമയ്ക്കും ഉത്സാഹക്കുറവുണ്ടായി. മലയിറങ്ങി ഉമ്മാമ തൊഴുവാനൂരെത്തി. മുറ്റത്തിരുന്ന് ഓല മെടയുകയാണ് ഉമ്മണ. മെടഞ്ഞുവച്ച മറ്റൊരോലയിൽ മായിങ്കാക്ക കാലുകൾ വിടർത്തിവച്ചിരിക്കുന്നുമുണ്ട്. ഉമ്മാമയെ കണ്ടപാടെ ഉമ്മണ എണീറ്റ് അകത്തുനിന്ന് പ്ലാസ്റ്റിക് നാരുകൊണ്ട് ഭംഗിയായി മെടഞ്ഞൊരു കസേര പുറത്തേക്കിട്ടു. "ഉണ്ണി, അൻ്റെ വരവ് നിന്നാ എൻ്റെ കാര്യങ്ങളൊക്കെ പരുങ്ങല. പെണ്ണുങ്ങൾ 1000 ഉണ്ടായിട്ടെന്താ, ബൗസുള്ള ഒരെണ്ണം ഉണ്ടോ അവിടെ?" ഉമ്മാമ പരാതിപ്പെടുകയാണ്. "ഇൻ്റെ പാത്തുന്താത്തേ, ഇങ്ങൾ ബേജാറാകല്ലീൻ. ഇങ്ങക്ക് മൂക്ക് വെസർത്തൂന്ന് കേട്ടാ ഞാൻ പാഞ്ഞെത്തൂലേ?" ഉമ്മണയുടെ ആ വാക്കുകളിൽ ഉമ്മാമക്ക് വിശ്വാസമുണ്ടായിരുന്നു. മൂളി കേട്ടുകൊണ്ട് ഉമ്മാമ മായിങ്കാക്കയുടെ വിശേഷങ്ങൾ ആരാഞ്ഞു. "ഇക്കല്ലപ്പ കൊൺകേട്, ഓക്കന്നെ പാത്തുന്താത്ത, ഇങ്ങോളെ മാറൊന്നു നോക്കി," മായിങ്കാക്ക മൂക്കടച്ച സ്വരത്തിൽ പറഞ്ഞു. ഉമ്മാമ എണീറ്റ് വന്ന് ഉമ്മണയുടെ മാറിലെ തട്ടം മാറ്റി നോക്കി. വട്ടത്തിലൊരു ചുവന്ന പൊട്ടുപോലെ രക്തക്കറ കുപ്പായത്തിൽ പറ്റിക്കിടക്കുന്നു. അതൊരു ഉണലുണ്ടായതല്ലേ. അത് പൊട്ടിയപ്പോൾ ലേശം ചോരയും വന്ന് ആൾക്കൈലൊരു ബേശാറ്. കുഞ്ഞിപ്പാത്തുമ്മു ഭർത്താവിനെ നോക്കി നിസാരമായി ചിരിച്ചു. "ഇതൊരു നശൂലം പിടിച്ച ഉണലാണുണ്ണി.
ഇജൊന്ന് എണീക്ക്, നമ്മൾ വാസുവൈശ്യനൊന്ന് കാണാം. ഉമ്മാമയ്ക്ക് കാര്യങ്ങൾ നിസ്സാരമായി തോന്നിയില്ല. വാസുവൈദ്യരെ കണ്ട് കഷായവും മരുന്നും കുറിച്ചു വാങ്ങിച്ചിട്ടേ ഉമ്മാമ മല കയറിയുള്ളൂ. മുറിവിലെ പഴുപ്പൊക്കെ മാറി പിന്നീട് ഒരിക്കൽ കൂടിയേ അവർ വീട്ടിൽ വന്നുള്ളൂ. വയറൊട്ടി നന്നേ ക്ഷീണിതയായിരുന്നു അന്നവർ. ഉപയോഗിക്കാതെ എടുത്തുവച്ച പുതിയ നിസ്കാരക്കുപ്പായവും ഒരു ജോഡി വെളുത്ത മുണ്ടും ജമ്പറും അന്നുമ്മാമ അവർക്ക് നൽകി. ഉമ്മണ കിടപ്പിലായെന്നറിഞ്ഞ് മക്കനയ്ക്ക് മീതെ വെളുത്ത സാരിത്തലപ്പ് വലിച്ചിട്ട് എന്നെയും കൂട്ടി ഉമ്മാമ ഒരിക്കൽ കൂടി മലയിറങ്ങി. കോതോളുമലയുടെ ഇടുങ്ങിയ വഴിയിലൂടെ നടക്കുമ്പോൾ ഭാര്യയെ ചുട്ട വേലായുധനെയും മൂർഖന്റെ കടിയേറ്റു മരിച്ച മുസ്തഫയെയും ആടിനെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെയും ഞാൻ ഓർത്തു. ഉമ്മാമയുടെ മുന്നിലും പിന്നിലും നിൽക്കാതെ ചാടിച്ചാടിയാണ് ഞാൻ നടന്നത്. മലയിറങ്ങി തെളിനീരൊലിക്കുന്ന ഇടവഴിയിലൂടെ നടക്കുമ്പോൾ എൻ്റെ കാലുകൾ തണുത്തു കുളിരുകേറി. മണ്ണിട്ടു മെഴുകിയ ചെറിയൊരു മുറ്റത്ത് ഓലമേഞ്ഞ ഒരു കുഞ്ഞു വീടാണ് ഉമ്മണയുടേതെന്ന് അന്നാണ് ഞാൻ കാണുന്നത്. ഉമ്മാമയെ കണ്ടപ്പോൾ ഉമ്മണ എണീറ്റിരുന്നു. കുറേ നേരം കരഞ്ഞു. ഉമ്മാമ ഷിഫായുടെ ആയത്തുകളോതി കയ്യിലൂതി അവരുടെ മേലാസകലം തടവി. കുട്ടി ഇങ്ങട്ട് ബോരിൻ, കുട്ടി ഇങ്ങട്ട് ബോരിൻ എന്ന് മായങ്കാക്ക എന്നെ പുറത്തേക്ക് വിളിച്ചു. ഞാൻ പുറത്തേക്ക് പോയില്ല. ഉമ്മണ കുപ്പായമിട്ടിട്ടില്ലായിരുന്നു. മാറത്തെ മുണ്ട് നീക്കി മുറിവിൻ്റെ കാഠിന്യം അവർ ഉമ്മാമയെ കാണിച്ചു. ആവോ റബ്ബുൽ ഇസത്തെ എന്ന് ഉമ്മാമ കരഞ്ഞു. മുറിപ്പൊറ്റ കെട്ടി നീരൊലിക്കുന്ന മാറിടം ഒന്ന് നോക്കാനേ എനിക്കും കഴിഞ്ഞുള്ളൂ. പാത്തുന്താത്തേ, വിഷമം വെക്കേണ്ട. ഇങ്ങക്ക് മൂക്ക് വെസർത്തൂന്ന് കേട്ടാ ഞാൻ അങ്ങ് എത്തൂലേ? ഉമ്മണ പതിയെ പറഞ്ഞു. ഉമ്മാമ ആയത്തുകൾ ഓതി ഊതി കലിമ ചൊല്ലിപ്പിച്ചു. ഉമ്മണയുടെ കണ്ണുകൾ താഴേക്ക് തടവി താടിയെല്ലുകൾ കൂട്ടിപ്പിടിച്ചു. മായിൻകാക്ക ഉച്ചത്തിൽ കരയുമ്പോൾ ആരോ എന്നെയും എടുത്ത് ധൃതിയിൽ മല കയറി.